ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങളിത് മിസ് ചെയ്യാതെ ഒന്ന് ശ്രദ്ധിച്ച് കാണാനായിട്ട് ശ്രമിക്കുക. അതായത് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും. ഒരു പക്ഷെങ്കിൽ ജീവൻ തന്നെ നഷ്ടമാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് കുത്തനെയുള്ള ഇറക്കത്ത് എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടതെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. നമ്മൾ ആവശ്യമില്ലാതെയാണ് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ക്ലച്ച് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ നമുക്ക് ചെറിയ ഇറക്കങ്ങളിലൊക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന അവസരങ്ങളിലും നമ്മൾ കൃത്യമായിട്ടും അത് ഒരു പ്രത്യേക ബാലൻസോടെ ശ്രദ്ധിച്ച് ക്ലച്ച് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വണ്ടിക്ക് വേഗത കൂടും. വേഗത കൂടുമ്പോൾ നമുക്ക് വണ്ടിയെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് മറ്റൊരു ഗിയറിലേക്ക് ഇടാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങളിത് മിസ് ചെയ്യാതെ ഒന്ന് ശ്രദ്ധിച്ച് കാണാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് കുത്തനെ ഉള്ള ഇറക്കമല്ലാതെ ചെറിയ ഇറക്കങ്ങൾ വരാറുണ്ട്. വളവും തിരിവുമൊക്കെ ഉള്ള റോഡാണ്, വീതി കൂടിയ റോഡാണ്. അത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡിലേക്കും ഫോർത്തിലേക്കും ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കാൻ കഴിയുന്ന ഇറക്കങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു വണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ക്ലച്ച് ചവിട്ടുമ്പോൾ സംഭവിക്കുന്നത്, അടുത്തൊരു ഗിയർ ഇടാനായിട്ട് ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടിയുടെ വേഗത കൂടും. കാരണം എന്താണ്? ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് വണ്ടിക്ക് എഞ്ചിനിൽ നിന്ന് ഗിയറുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പിടുത്തം മാറിയിട്ട് വണ്ടി ഫ്രീ ആവുകയാണ്. ആ ഒരു സമയത്ത് വണ്ടിയുടെ വേഗത കൂടുകയും പെട്ടെന്ന് അടുത്തൊരു ഗിയർ ഇടാനായിട്ട് കൃത്യമായിട്ട് കഴിയാൻ സാധിക്കാതെ വരികയും ഒപ്പം വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്കൊക്കെ മാറിപ്പോകുന്ന സിറ്റുവേഷൻ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും. എന്നാൽ നിങ്ങൾ ശരിയായ രീതിയിൽ ഇറക്കത്ത് ക്ലച്ച് ചവിട്ടി എങ്ങനെ ഓരോ ഗിയറും ഇടാം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിനൊരു ചെറിയൊരു ട്രിക്കുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനിത് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും എടുക്കുകയാണ്. ഇവിടെ നമുക്ക് മുന്നിലായിട്ട് ചെറിയൊരു ഇറക്കമുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ വണ്ടിക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മൂവ് ആക്കി സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതിന് ചെയ്യേണ്ട 1-2 പോയിന്റ്സ് പറയാം, അതിനുശേഷം ഇറക്കത്തിട്ട് കാണിക്കാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഇറക്കത്ത് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന ടൈമിൽ നമുക്ക് ഓരോ ഗിയർ ഇടുന്ന സാഹചര്യം വരുമ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബ്രേക്ക് നിങ്ങൾ ആ ഒരു ഇറക്കത്ത് കൊടുക്കുന്ന ഒരളവുണ്ടല്ലോ, നമ്മൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്ന അളവുണ്ടല്ലോ, ആ അളവിനേക്കാൾ ഒരു പോയിന്റും കൂടെ നിങ്ങൾ കൂടുതലായിട്ട് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കാര്യം, ക്ലച്ച് ചവിട്ടുന്ന ടൈമിൽ ഓൾറെഡി വണ്ടിക്ക് എഞ്ചിനിൽ നിന്നും ഗിയർ ബോക്സിൽ നിന്നുമുള്ള പിടുത്തമൊക്കെ മാറുകയാണ്. അപ്പോൾ പിടുത്തം മാറുന്ന സമയത്ത് നോർമലായിട്ട് ഗിയറിൽ പോകുന്ന ടൈമിൽ ഉള്ള ഒരു ബ്രേക്കിംഗ് പോരാ നമുക്ക് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ക്ലച്ച് ചവിട്ടുമ്പോൾ വരേണ്ടത്. അപ്പോൾ അവിടെ ഒരു കുറച്ചും കൂടെ നിങ്ങളൊന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടിയിട്ട് അടുത്തൊരു ഗിയർ ഇടുക. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വേഗത കൂടത്തില്ല. ഇപ്പം ഞാൻ അതിന് ഒരു ഉദാഹരണം നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് താഴെയായിട്ട് ചെറിയൊരു ഇറക്കമുണ്ട്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ വരുന്നു. ഇപ്പം ഞാൻ ഗിയർ ഒന്നും ഷിഫ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ടാണ്. ഇറക്കം കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ബ്രേക്കിലെടുത്ത് ഇങ്ങനെ കാല് വെക്കും. ഓക്കെ, ഇങ്ങനെ ബ്രേക്ക് കാല് വെക്കുന്ന സമയത്ത് നമ്മളിപ്പം വണ്ടിയുടെ വേഗത കുറവായതുകൊണ്ട് മെല്ലെയാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഇവിടെ ബ്രേക്ക് മെല്ലെയാണ് കൊടുത്തേക്കുന്നത്, ഇവിടെ ഞാൻ ക്ലച്ച് ചവിട്ടാൻ പോവുകയാണ്. ക്ലച്ച് ചവിട്ടുന്ന ടൈമിൽ നിങ്ങളിവിടെ ബ്രേക്ക് കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചും കൂടെ കൊടുക്കണം, എന്നാലേ നമുക്ക് ബാലൻസ് കിട്ടത്തുള്ളൂ. അതായത് ഞാനിവിടെ ക്ലച്ച് ചവിട്ടുമ്പോൾ ഓൾറെഡി വണ്ടിയുടെ സ്പീഡ് കൂടും, സ്പീഡ് കൂടി. അപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന ടൈമിൽ എന്ത് ചെയ്യണം, ഇവിടെ ബ്രേക്കിൻ്റെ അളവ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ചവിട്ടി പിടിച്ചിട്ട് നമ്മളിത് ക്ലച്ച് ചവിട്ടുക. അപ്പോൾ നമുക്കിത് വണ്ടിയുടെ വേഗത കുറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തിട്ട് ഇത് മെല്ലെ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വണ്ടി പ്രോപ്പറായിട്ട് തേർഡ് ഗിയറിലേക്ക് വീണു, കണ്ടില്ലേ? ഇപ്പോൾ തേർഡിൽ പോവാണ്. ഇനി ഫോർത്തിലേക്ക് നിങ്ങൾക്ക് ഇറക്കത്ത് ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങൾ നോക്കുക, ചെറിയൊരു ഇറക്കത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വണ്ടിയുടെ വേഗത കൂടും. അപ്പം ആ വേഗത കൂടുമെന്ന് മനസ്സിലാക്കി നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സെയിം ടൈമിൽ ഇവിടെ ബ്രേക്ക് കുറച്ചും കൂടെ അമർത്തി കൊടുക്കും. ഇതേ ക്ലച്ച് ഞാനിവിടെ ചവിട്ടി, വണ്ടിയുടെ വേഗത കൂടുന്നു.
എനിക്ക് മനസ്സിലായി. ജസ്റ്റ് ബ്രേക്ക് കുറച്ചും കൂടെ ഒന്ന് അമർത്തി കൊടുക്കുന്നു, 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്ലച്ച് നയിക്കുന്നു. ഇപ്പം നമുക്കിത് വീണ്ടും ആ ഒരു അളവിൽ ബ്രേക്ക് കൺട്രോൾ ചെയ്തിട്ട് ഇത് ഇറങ്ങാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം നിങ്ങൾ പരമാവധി ഏതൊരു ഇറക്കത്തും നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും ബ്രേക്ക് ഒരു പോയിന്റ് മുന്നിലേക്ക് ചവിട്ടി കൊടുത്തിട്ട് നിങ്ങൾ ക്ലച്ച് ചവിട്ടിയാൽ മതി. അപ്പോൾ ഇറക്കത്ത് വണ്ടിക്ക് ഒരുപാട് സ്പീഡൊന്നും കൊടുത്തില്ല. ക്ലച്ച് ചവിട്ടുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഓരോ ഗിയറും പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് ഇറക്കത്തിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ നല്ല കുത്തനെയുള്ള ഒരു ഇറക്കത്താണ് ഇപ്പോൾ വണ്ടിയായിട്ട് നിൽക്കുന്നത്. പല ആൾക്കാർക്കും കുത്തനെയുള്ള ഇറക്കത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെ ഓടിക്കണം, ക്ലച്ച് എങ്ങനെ കൺട്രോൾ ചെയ്യണം, വണ്ടി പതിയെ ഓടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പലർക്കും ധാരണയില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുത്തനെയുള്ള ഒരു ഇറക്കത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ഉപയോഗിച്ച് ഗിയറിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നമ്മൾ ബ്രേക്ക് കൺട്രോൾ ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഇറങ്ങിക്കൂടാ? സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് ഒരു എൻജിൻ ബ്രേക്കിംഗ് കിട്ടത്തില്ല. എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് ഒരുപാട് മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല, പക്ഷേ വണ്ടി പിടിച്ച് പതിയെ താഴോട്ട് ഇറങ്ങത്തുള്ളൂ. എന്നാൽ നമ്മൾ സെക്കൻഡിലേക്കോ തേർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കുറവായിരിക്കും. അതായത് ഗിയറിൻ്റെ പിടുത്തം വീലുകളുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നില്ല. അപ്പം നല്ല രീതിയിലുള്ള ഒരു പിടുത്തം കിട്ടാനായിട്ടാണ് നമ്മൾ എപ്പോഴും കുത്തനെയുള്ള ഒരു ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങാനായിട്ട് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ നോർമലായിട്ടുള്ള ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ ക്ലച്ച് കൃത്യതയോടെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വണ്ടിക്ക് സ്പീഡ് കൂടും. ആ ഒരു ടെക്നിക്കും കൂടെ നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, ന്യൂട്രൽ പോയിന്റിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ബ്രേക്കിൽ മാത്രമേ കാല് വെച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി പിടിക്കുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇറക്കം ഇറങ്ങി ഇപ്പോൾ ഞാനിതേ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്ലച്ച് പൂർണ്ണമായിട്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ബ്രേക്കിൽ നിന്ന് പതിയെ അയച്ചയച്ച് വണ്ടിയെ ചെറിയ രീതിയിൽ റണ്ണാക്കുന്ന സെയിം ടൈമിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് അയച്ചയച്ച് നമ്മൾ ഗിയറിലേക്ക് വരണം. നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നിരപ്പ് റോഡിൽ അയച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമ്മളൊരു കുത്തനെയുള്ള ഒരു ഇറക്കത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് അയച്ചയച്ച് ഗിയറിലേക്ക് ആക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഗിയറിലേക്ക് വന്നു. ഇപ്പോൾ ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ടും എടുത്തു. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്കിത് ജസ്റ്റ് ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്താൽ മതി, മെല്ലെ. അപ്പോൾ നമുക്ക് വാഹനത്തെ ഈസി ആയിട്ട് തന്നെ ഒരു കുത്തനെയുള്ള ഒരു ഇറക്കത്ത് വളരെ സേഫായിട്ട് തന്നെ ഇത് ഇത്തരത്തിൽ നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിവിടെ സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ ആണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ സംഭവിക്കുന്നത്, ഇപ്പം നമ്മൾ ഈ പതിയെ പോകുന്ന ആ ഒരു വേഗതയിൽ നമുക്ക് നമ്മുടെ വണ്ടിയെ കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയത്തില്ല. വണ്ടിയുടെ വേഗത കൂടും. അപ്പം ഇപ്പം നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം കുത്തനെയുള്ള ഒരു ഇറക്കം മാറി, ഇപ്പം നോർമൽ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഞാനിവിടെ ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. നിങ്ങൾ നോക്കുക, ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു. ഇനി ബ്രേക്ക് എന്ന് ഞാൻ പതിയെ അയക്കുകയാണ്, ക്ലച്ച് എന്നും കൂടെ അയക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഗിയറിൽ ചവിട്ടിയ ആ അളവിലുള്ള ബ്രേക്കിംഗ് എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ആ ഒരു അളവിൽ ഞാനിവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, വണ്ടി എഞ്ചിൻ ഇടിച്ചിട്ട് ഓഫായി പോകും. ഓക്കെ, ഇപ്പോൾ ഇതേ വണ്ടി ഓഫായി, കണ്ടോ? ഞാൻ പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി. അപ്പോൾ വണ്ടി ഓഫ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിൽ നിന്ന് അയച്ചതേ നിങ്ങൾ നോക്കുക, ഞാനിതേ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയർ വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു. ക്ലച്ചിൽ നിന്ന് പതുക്കെ അയച്ച് ഓൾറെഡി വണ്ടി റണ്ണിങ് ആയി കഴിയുമ്പോഴാണ് പതുക്കെ നമ്മൾ ക്ലച്ചിൽ നിന്ന് അയച്ചു വരുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വന്നു. ഇവിടെ ഞാൻ ബ്രേക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സേഫ് ആയിട്ട് തന്നെ വണ്ടി ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് സാധിക്കും. ഇനി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് ഔട്ടാതെ പറ്റത്തില്ല. അപ്പം നമുക്കിതേ വണ്ടി ഫസ്റ്റ് ഗിയറിൽ വരുന്നത് കൊണ്ട് തന്നെ പതിയല്ലേ വണ്ടി വരുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് ഇത്തരത്തിൽ ക്ലച്ചും കൂടെ പൂർണ്ണമായിട്ട് ചവിട്ടി നമുക്ക് വണ്ടിയെ സേഫ് ആയിട്ട് നിർത്താനായിട്ട് കഴിയും. കാരണം ഫസ്റ്റ് ഗിയർ വരുന്നത് വണ്ടി റണ്ണിങ് കുറഞ്ഞ് പതുക്കെയാണ് വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടിയാലും ഒരു കുത്തനെയുള്ള ഒരു ഇറക്കത്ത് ആ ഒരു ടൈമിൽ വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടിയാലും ഒരിക്കലും ഒരു തരത്തിലുള്ള അപകടവും നിങ്ങളുടെ വാഹനത്തിന് ഉണ്ടാകത്തില്ല. ഞാൻ ഈ ഓരോ വീഡിയോകൾ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുക്കാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് പേർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. കാരണം എനിക്കൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അപ്പോൾ ഈ പല ആൾക്കാരും വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇറക്കത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. ഇറക്കത്ത് ഗിയർ ഇടുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും, ബ്രേക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാതെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടും. അപ്പോൾ വണ്ടിയുടെ വേഗത നല്ല രീതിയിൽ കൂടും.
അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി പോകാൻ കഴിയാതെ വരികയും ചിലപ്പോൾ റോഡിൻ്റെ വെളിയിലേക്ക് പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ റോഡിൻ്റെ സെൻറ്ററിലേക്ക് പോകും. ഓപ്പോസിറ്റ് ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടിയെ തട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ ഗിയർ ഇടുമ്പോൾ ഒരു പോയിൻ്റ് ശകലം കൂടെ നിങ്ങൾ ബ്രേക്ക് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ക്ലച്ച് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഒരിക്കലും ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി ഓഫ് ആകത്തുമില്ല. കൃത്യമായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഏറ്റവും കൃത്യതയോടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായി ഗുണം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഒപ്പം എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.